യെസ് മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 23 ഷിഫ്റ്റ് ടു ജാനുവരി 31 ക്വസ്റ്റ്യൻ നമ്പർ 23ലേക്കാണ് പോകുന്നത്. എ എന്ന് പറയുന്ന പോയിന്റ് ABCD എന്ന് പറയുന്നത് വെർട്ടിസസ് ഓഫ് എ പാരലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദ പോയിന്റ് C ലൈസ് ഓൺ ദ ലൈൻ, D ലൈസ് ഓൺ ദ ലൈൻ, വാല്യൂ ഓഫ് അപ്പൊ ആൽഫ. നമുക്ക് നോക്കാം എന്നുള്ളത് ഒരു പാരലോഗ്രാമിന്റെ വെർട്ടിസസ് ആണ്. പാരലോഗ്രാം വരയ്ക്കുന്നത് ശരിയാവുന്നില്ലല്ലോ. യെസ്, ഏതൊക്കെ? A-2 -1, ഓക്കെ, B1, 0, C ആൽഫ ബീറ്റ ആൻഡ് D എന്താണ്? ഗാമ ഡെൽറ്റ. ഓക്കെ, be the vertices of the parallelogram ABCD if the point C എന്ന് പറയുമ്പോൾ ആൽഫ ബീറ്റയിലാണ്. അപ്പൊ ആൽഫ ബീറ്റ എന്താന്ന് കണ്ടുപിടിക്കണം. D എന്ന് പറയുന്നത് ഗാമ ഡെൽറ്റയിലാണ്. അപ്പൊ ഗാമ ഡെൽറ്റ എന്താ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് വരുള്ളൂ. അപ്പോ ആൽഫ ബീറ്റ ലൈസ് ഓൺ ദ ലൈൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം 2 ആൽഫ മൈനസ് ബീറ്റ ഇസ് ഈക്വൽ ടു 5 എന്ന് എഴുതാം. കാരണം ആൽഫ ബീറ്റ ലൈസ് ഓൺ 2x മൈനസ് y ഇസ് ഈക്വൽ ടു 5 ആണ്. D എന്ന് പറയുന്നത് ഗാമ ഡെൽറ്റയാണ്. ഗാമ ഡെൽറ്റ ലൈസ് ഓൺ ദ ലൈൻ ഏത്? 3x മൈനസ് 2y ഇസ് ഈക്വൽ ടു 6 ആവുമ്പോ 3 പറഞ്ഞു നോക്കിയേ, 3 ഗാമ മൈനസ് 2 ഡെൽറ്റ ഈക്വൽ ടു 6 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം നോക്കിയേ. ഇത് പാരലോഗ്രാമിന്റെ വെർട്ടിസസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടിസസിൽ എക്സിന്റെ സമ്മ, അതായത് x1 പ്ലസ് x3യും x2 പ്ലസ് x4ഉം ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അറിയാലോ നമുക്ക്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാ? ഇത് -2 പ്ലസ് ആൽഫ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഗാമ പ്ലസ് 1ന് ഈക്വൽ ആണ്. അതായത് ആൽഫ മൈനസ് ഗാമ എന്ന് പറയുന്നത് 3 ആണ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ y എടുക്കുമ്പോഴോ -1 പ്ലസ് ബീറ്റ, അല്ലെ, -1 പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും നോക്കിയേ? -1 പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 0 പ്ലസ് ഡെൽറ്റ അല്ലേ വരിക? ഡെൽറ്റക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ബീറ്റ മൈനസ് ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, 2 ആൽഫ മൈനസ് ബീറ്റ ഇസ് ഈക്വൽ ടു 5 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ 2 ആൽഫ മൈനസ് ബീറ്റ ഇസ് ഈക്വൽ ടു 5 ആണ്. അപ്പൊ ആൽഫ മൈനസ് ഗാമ 3 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 3 ആൽഫ മൈനസ് 2 ബി, സോറി, ഇവിടെ കൊടുത്തു നോക്കി, ഇതിൽ കൊടുത്തു നോക്കി, 3 ആൽഫ മൈനസ് 2 ഡെൽറ്റ ഇസ് ഈക്വൽ ടു 6. 3 ഗാമ മൈനസ് 2 ഡെൽറ്റ ഇസ് ഈക്വൽ ടു 6ൽ കൊടുക്കുകയാണെങ്കിൽ ഗാമ എന്ന് പറയുന്നത് എന്താ? ആൽഫ മൈനസ് 3 ആണ്. ഇവിടുന്ന് ഗാമ ഇസ് ഈക്വൽ ടു ആൽഫ മൈനസ് 3 ആണ്. അപ്പോ 3 ഇൻറ്റു ആൽഫ മൈനസ് 3, ഗാമ ഈസ് ആൽഫ മൈനസ് 3, 3 ഇൻറ്റു ആൽഫ മൈനസ് 3 മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ. ഡെൽറ്റന് നമുക്ക് 1, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബീറ്റ മൈനസ് 1 ആണ് ഡെൽറ്റ, അല്ലെ? ബീറ്റ മൈനസ് 1 ആണ് ഡെൽറ്റ, ശരിയല്ലേ? അപ്പൊ 2 ഇൻറ്റു ബീറ്റ മൈനസ് 1 ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 6 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് അവിടുന്ന് 3 ആൽഫ മൈനസ് 9 മൈനസ് 2 ബീറ്റ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 6 എഴുതാം. അപ്പൊ ആൽഫയിലും ബീറ്റയിലും ഉള്ള ഒരു ഇക്വേഷൻ കിട്ടുമല്ലോ നമുക്ക്. എത്ര ആൽഫ കിട്ടും? 3 ആൽഫ മൈനസ് 2 ബീറ്റ മൈനസ് 9 പ്ലസ് 2 എന്ന് പറയുമ്പോൾ -7, അങ്ങോട്ട് എടുക്കുമ്പോൾ 13. അപ്പൊ ഇവിടെയും ആൽഫയിലും ബീറ്റയിലും ഓൾറെഡി നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് ആൽഫയിലും ബീറ്റയിലും ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. ആ ഇക്വേഷൻ രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കിട്ടുമല്ലോ. നിങ്ങൾ സോൾവ് ചെയ്തോ. ആൽഫ ഇസ് ഈക്വൽ ടു -3 എന്നും വരും,
ബീറ്റ ഈസ് ഈക്വൽ ടു -11 എന്നും വരും. ആ രണ്ട് ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്ത് വയ്ക്കോ. അപ്പം ആൽഫ -3 ആണെങ്കിൽ ഇവിടെ ഗാമ എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ, -6 എന്ന് വരും. -3 -6 എന്ന് വരും. ഗാമ -6 ആണ്. ഇനി ഡെൽറ്റ എന്ന് പറയുന്നത് ബീറ്റ -1 അല്ലേ, ബീറ്റ -11 അല്ലേ. അപ്പൊ ഡെൽറ്റ എന്ന് പറയുന്നത് -12 വന്നില്ലേ, -11 -1 -12 വന്നു. ഇനി എല്ലാം കൂടി ആഡ് ചെയ്യണം അല്ലെ. നോക്കൂ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ ആഡ് ചെയ്യാം. നമുക്ക് ആൽഫ -3 ആഡ് ചെയ്യാം. നമുക്ക് സെപ്പറേറ്റ് എഴുതൊന്നും വേണ്ടല്ലോ. -3 -3 -11 -14 ഡെൽ ഗാമ -6 -20 -12 അല്ലെ. അപ്പൊ -32 -18 -3 -3 -11 -14 -6 -20 -12 -32 -13ന്റെ അബ്സല്യൂട്ട് വാല്യൂ മോഡല്ലേ ചോദിച്ചിരിക്കുന്നത്. യെസ്, ഗോട്ട് ഇറ്റ്. എത്ര പറ്റി? 32 -20 -2 -32. ഓക്കെ.